ഓരോ സന്ദർഭങ്ങളും ഓരോ ആളുകളും ഓരോ സംഭവങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികളായ മനുഷ്യർ ആ സംഭവങ്ങളെ തൻ്റെ വിശ്വാസത്തിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കും. ഇതിനെവിടെയാണ് ഉത്തരം എന്ന് അന്വേഷിക്കും. അവിടെയാണ് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ മനുഷ്യർ പ്രാർത്ഥനയ്ക്കായി പോകുന്നത്. ഹൈന്ദവ മതവിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്രൈസ്തവ മതവിശ്വാസികൾ ചേർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു, നേർച്ചകൾ പലതും അവർ വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് മനുഷ്യൻ്റെ പ്രതിസന്ധിയും സംഭവങ്ങളുമൊക്കെ അതിൻ്റെ ആഴവും പരപ്പും വേദനിപ്പിക്കുകയോ ഞെട്ടിപ്പിക്കുകയോ ആശങ്കപ്പെടുത്തുകയോ ചിലപ്പോൾ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യാറുണ്ട്. ഇസ്ലാം മതത്തിലും ഉണ്ട് അങ്ങനെ. മരിച്ചു കഴിഞ്ഞു എന്നറിയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആ തരം വചനമുണ്ട്. ചില നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. ചിലത് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാ എന്ന് പറയാറുണ്ട്. ചിലത് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. ചില സന്തോഷങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നന്ദിപൂർവ്വമുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ഈ സാമ്പത്തിക സഹായങ്ങൾ പലർക്കും കൊടുക്കാൻ വേണ്ടി ഈ സദക്കകൾ നിയ്യത്ത് ചെയ്യാറുണ്ട്, നേർച്ചയാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു സംഭവം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഓർത്തുപോയി. ആദ്യത്തേത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ വചനമാണ്. കേൾക്കാം. സമാധാനം ഉണ്ടാക്കുന്നവനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനുമായി അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു സമാധാനപ്രേമിയും എല്ലാവരെ കൂട്ടിയിണക്കുന്നവനും എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നവനും സമാധാനപ്രേമിയും കൂട്ടിയിണക്കുന്നവനുമാകാനാണ് ഇഷ്ടമെന്ന് ആരാണ് പറയുന്നത്? സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടാൻ കൊതിച്ച, ആഗ്രഹിച്ച, അതിനുവേണ്ടി നിലവിളിച്ച, അതിനുവേണ്ടി നാവ് നീട്ടി കാത്തിരുന്ന ട്രംപാണിത് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? എത്ര യുദ്ധങ്ങളാണ് അയാൾ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്? എത്ര നിരപരാധികളെയാണ് കൊന്നുതള്ളിയത്? ഫലസ്തീനിൽ, ഇപ്പോൾ ഇറാനിൽ, അതുപോലെ വെനിസുലയിൽ ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ മറ്റൊരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പറയുന്നുണ്ട്. അത് നമ്മുടെ നെതന്യാഹു. അത് കേൾക്കാം. ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നു, സമാധാനത്തിനായി ഇസ്രയേൽ കാത്തിരിക്കുന്നു. ഇസ്രയേൽ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും സമാധാനം കൊണ്ടുവരും. ഇതാണ് ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇനി വിശുദ്ധ ഖുർആൻ്റെ വചനമൊന്ന് കേൾക്കാം. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ സമാധാനമുണ്ടാക്കുന്നവർ മാത്രമാണ് എന്നവർ പറയും. അറിയുക, അവർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നവർ. എന്നാൽ അവരത് മനസ്സിലാക്കുന്നില്ല. ഇത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 11ഉം 12ഉം വചനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുടെ അർത്ഥവും ഇതാണ്. When they are told, do not spread corruption in the land, do not create problem in the land, their reply will be, we are only peacemakers. Indeed, it is they who are the corrupters and problem creators, but they fail to perceive it. Holy Quran. ഇതാണതിലെ വചനം. എത്ര യോഗ്യമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിയിൽ മുഴുവൻ മനുഷ്യരെയും കൊന്നുതള്ളി എല്ലാ ഭീകരപ്രവർത്തനങ്ങളും എല്ലാ മനുഷ്യക്കൊലയും കൂട്ടക്കുരുതിയും നടത്തുകയും ഈ ഭൂമിയിലെ എല്ലാ നിയമസ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇവർ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവർ സ്വയം പറയുന്നത് ഞങ്ങൾ സമാധാനപ്രിയരാണ്, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്.